എടോ ഡയറക്റ്റ് മീറ്റിങ്ങിന് എത്രയെന്ന് പറഞ്ഞില്ല. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ആദ്യം തന്നെ പറയാം, കുട്ടികളുണ്ടെങ്കിൽ കേൾപ്പിക്കരുത്. ഇവളുടെ കണ്ടന്റ് ഇനി ജീവിതത്തിൽ നിങ്ങൾ പിള്ളേരെ ഇരുത്തി കേൾപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. സത്യമുള്ള കാര്യം പറയല്ല, നല്ല വില കൊടുക്കേണ്ടി വരും. രേണുസുതിയാണ് വിഷയം. രേണുസുതി അക്കൗണ്ട് പൊട്ടിയത് ആരൊക്കെ എന്നൊക്കെ എവിടെയൊക്കെ ചർച്ചയൊക്കെ നടക്കുന്നു. ഞമ്മക്ക് പങ്കില്ലേ, ഞമ്മളിതിലൊന്നും പിടിച്ചിടല്ലേ, ഞമ്മളൊരു അഴിവ് കൂടി പൊക്കോട്ടെ, പാവങ്ങളോട്ട് പാവങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ചാറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുള്ള് നമുക്കൊന്ന് കാണണ്ടേ, ഫുള്ള് കണ്ടിട്ട് ഫുൾ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കണ്ടേ. അതിലോട്ട് പോകാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് കാണും, ഹൈപ്പോടെ കാണും മറക്കണ്ട. എവിടെ കിടന്ന രേണു സുധിയായിരുന്നു, ഇപ്പൊ എവിടെ കിടക്കണം അറിയാൻ പാടില്ല. പണ്ട് ഒരു കലാകാരനുണ്ടായിരുന്നു, കോമഡി സ്റ്റാർ. അദ്ദേഹം മരണപ്പെടുന്നു. അതിനുശേഷം ഒരുപാട് പേര് സഹായിക്കുന്നു. അങ്ങനെ രേണുസുതി കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നു. ജീവിച്ചതിന് ശേഷം രശ്മി നക്ഷത്രം ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. രേണുവിന് സാധാരണ സ്ത്രീയല്ല, സെലിബ്രിറ്റി. എൻ്റെ പൊന്നാടാമേ, പിന്നെ നടന്ന ചരിത്രമായിരുന്നു. അയ്യോ, പിന്നെ ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേ. ഞാൻ എന്തൊക്കെയാണ് കാണുന്നേ. നമുക്ക് എന്താ ഒരു അരുവേന്ന് അങ്ങ് തുടങ്ങാം. കാണുന്നതൊക്കെ നിങ്ങളും കാണും, നമുക്കും കാണാം. ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാതെ പോകില്ല. തുടങ്ങി രേണു. പോറ്റിയല്ലേ അത്? എടാ, നീ ഏതമ്പലത്തിലാ പോറ്റിയാടാ? കാട്ടു കഴിവേറി. അല്ലാണ്ട് നിന്നെ എന്നാ പറയാനാ? അങ്ങോട്ട് അവരധികം സുന്ദരനും സുന്ദരിയും കൂടി. അയ്യോട്ടോ ചൊക്കട്, അയ്യോട്ടോ എന്തോന്നാ ഡേ അപ്പടിയല്ലോ. பண்ணக்கூடாது. പോറ്റിടാ നീ. ഇവനെ അമ്പലത്തിൽ നിന്ന് ആദ്യം അടിച്ചിറങ്ങണം. ഇവനെ ഏത് അമ്പലത്തിലാണ് പിടിച്ചിരുത്തി പൂജ നടത്തിപ്പിക്കുന്നത്? പുതപ്പിലെത്തി അവസാനം. സോഷ്യൽ മീഡിയ സ്റ്റാർ രേണുസുതി ആൻഡ് വിഷ്ണു ഫോട്ടോഗ്രാഫർ. സോഷ്യൽ മീഡിയ സ്റ്റാർ രേണുസുതി അവസാനം രണ്ടുപേരും കൂടി ആ പുതപ്പിനടിയിൽ തന്നെന്നം താനത്തിലാടി ഒന്നിച്ചൊരു മണ്ണിന് രണ്ടോ പൈങ്കിളികൾ നാടിന്റെ പൊന്നോമന. ഒന്നും പണയാനില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കട്ടെ. എല്ലാവരും ആസ്വദിക്കുക. രേണുസുതി സരസുവേ. ഇതെന്താ സംഭവം നോക്കട്ടെ. ഉണരു നീ ശിലയിൽ നിന്നും, ഉണരു നീ. എന്താ ഒരു അയ്യോ, എന്താ പറയണു ഇങ്ങനെയൊക്കെ? ശിലയിൽ നീ ഉണരു നീ, ശിലയിൽ നീ ഉണരു നീ. രേണുവിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്ക്. എല്ലാ സുനിയേട്ടന് വേണ്ടിയിട്ട്. എൻ്റെ സുധിയേട്ടോ, ഞാൻ എത്തി. തന്നിട്ടി സമ്മതിക്കണം കേട്ടാ. ഇത്രയും അപരാധങ്ങൾ കാണിച്ച് നാട്ടുകാർ വലിച്ചൂരി ഒട്ടിച്ചിട്ടും ഉളുപ്പിൻ്റെ അർത്ഥം പോലെ അറിഞ്ഞോളൂ. അതിങ്ങനെ നിൽക്കണമല്ലോ. സമ്മതിച്ചു വേറെ ലെവല്. രേണുവിൻ്റെ ഷോട്ട് പറഞ്ഞു കൊടുക്കുന്ന സംവിധായകൻ. ഇവൻ ഷോട്ട് എന്നാടാ പറഞ്ഞു കൊടുക്കണം? നീ എത്ര ഷോട്ടായടാ സംവിധായക? ഇങ്ങനെ പോയാൽ നീ ഗ്രാമങ്ങളിലല്ല, നീ ഏതെങ്കിലും കാട്ടിൻ്റെ അകത്ത് പോയി രാപ്പാക്കേണ്ട വരും. അയ്യോ മൊട്ടത്തലയൻ. മൊട്ടത്തലയെ ആക്ഷേപിക്കുന്നല്ലോ കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. കാരണം മൊട്ടത്തലയുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നാളെ ഞാനും മൊട്ടത്തലയനാകും, അതല്ല വിഷയം. പക്ഷെ ഇത്രയും മുതുക്കനായിട്ട് അവൻ മറ്റേ പടം പിടിക്കാൻ നടക്കണം. കട്ടിൽ കണ്ടില്ലേ? ശീലയോ നീ. രാവിലെ എണീറ്റ് നീ മുന്തിരിത്തോട്ടം തന്നെ നീ നനയ്ക്കും. മുന്തിരി വയറ്റിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ രേണു, ഈ മുന്തിരി ഒന്നും കുഴപ്പമില്ലല്ലേ? ആയിക്കോട്ടെ. മുന്തിരി വള്ളി ഇങ്ങനെ പോയാൽ തളർത്ത് പൂ ഇടും, നല്ല പോലെ ഇടും. പൂ ഇട്ടോണ്ടി ഇരിക്കുന്നു. പൂക്കും. ഇങ്ങനെ പോയാൽ ഒരുപാട് പൂക്കലകൾ വരും. ഞാൻ പറഞ്ഞതിൽ പ്രതികരിക്കാത്ത രേണു, എന്നിട്ട് വേറെ കുറെ ആരോപണങ്ങൾ വന്നിട്ട് പ്രതികരിക്കാത്ത രേണു. എന്ത് പറ്റി രേണു? പ്രതികറക്കോ? അങ്ങേരാണെങ്കിൽ ഇപ്പൊ പോവോ എപ്പോ പോവെന്ന് പറഞ്ഞു നിൽക്കുന്നു. എന്നാലും കുഴപ്പമില്ല. മുന്തിരിവള്ളിയിൽ രാപ്പാർക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് വയസ്സാം കാലത്ത്. പരട്ടക്കളവായി. ഇത് ആരടാ ഇതൊക്കെ?
രേണുവിൻ്റെ ഷോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടർ സംവിധായകൻ അതെന്നെ ഡയറക്ടർ. ഇവ ഇങ്ങനെയാണെങ്കിൽ കുറേ ഷോട്ട് ഉണ്ടാക്കും. കല്ലാടി തന്നെ. ഇതെന്താ സംഭവം? ഫ്രിഡ്ജിൻ്റെ അടുത്താ? ഇതെന്താ ഇവർക്ക് സൗണ്ടില്ലേ? നന്നായി. സൗണ്ടില്ലായിരിക്കണല്ല. ഇതെന്തുവാ? ആടാട് 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 ആടൊന്നെ ആടൊന്നെ കാവലമുല്ലകളി നാടി കളിക്കുമ്പോൾ നല്ല ആട്ടമാടുന്നേ. ഇതൊക്കെ ഒരു കല തന്നെ. രേണാസുന എന്നാ സുമ്മാവാ. ഞാൻ കാത്തിരുന്ന പോസ്റ്റ് ഇതായിരുന്നു. ലക്ഷ്മി നക്ഷത്രം. അച്ഛനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ എൻ്റെ മണം അച്ഛൻ്റെ മണം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നടന്നത് ചരിത്രം. ഇപ്പം എന്തൊക്കെ കാണണം. ഇതെന്തുവാ ഇത്? സിരയി നീ അണയുമോ. ഇതായിരുന്നു രേണു. ഇപ്പം ആരാ? വളർച്ച താഴോട്ടായിരുന്നു ഫുള്ള്. ഇതിനേക്കാളും ബെറ്റർ ഇതായിരുന്നു രേണു. ഉള്ള കാര്യം പറയാമല്ലോ. ഇതും കുഴപ്പമില്ലായിരുന്നു. എന്നും നീ കരഞ്ഞോണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. എന്നാലും ലക്ഷ്മി നക്ഷത്ര നീ ഇതെന്താ ടീഷർട്ടിൽ രേണു കിച്ചു പോട്ട്. നിങ്ങളെല്ലാവരും കുടുംബത്തോടെ കരഞ്ഞപ്പോൾ നടക്കരുന്ന് നീയും കരഞ്ഞിട്ട് നീ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മച്ചിയാണ് എനിക്കൊന്നും ഓർമ്മയില്ല. എന്തോന്നാണ് ഇവിടെ നടക്കുന്നത്? സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. അമ്മാതിരി അപരാധങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തുകൊണ്ട് നടക്കുന്നു എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഇനി രേഷ്മയുടെ പുതിയ ചാറ്റ്. അയ്യോ അമ്മച്ചാണ് ഞാൻ ജമനിയൊന്നും വെച്ച് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ സഫീണ പി വിട്ടിട്ടുള്ളതാണ്. നോക്കാം. റസ്മ പി തങ്കച്ചൻ പുതിയ അക്കൗണ്ടിന്റെ പേരൊക്കെ മറ്റില്ല. ഇൻ സ്ലീപ്പ് മോഡാ. അതായത് സബ്സ്ക്രിപ്ഷൻ്റെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് അവളുടെ ചാറ്റാണെന്ന് പറഞ്ഞാണ് പുറത്ത് വരുന്നത്. നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ ആ ചാനൽ വന്നതാണ് എടുത്ത് വെക്കുന്നത്. ഇത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് വരുന്ന വീഡിയോ ആണ്. കൊള്ളൽ. ഇതെന്താ സംഭവം? ഇതിനാരോ രണ്ട് ഉമ്മ ഇട്ടപ്പോൾ തിരിച്ചൊരു ലവ് ഇട്ട്. അപ്പം തിരിച്ച് എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല. ഡയറക്റ്റ് മീറ്റിന് എന്തിനാ പൈസ കൊടുക്കണം അണ്ണാ? അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. ഡയറക്റ്റ് മീറ്റിന് എന്താ പൈസ കൊടുക്കണം? പോയി കാണും, ഒരു സെൽഫി എടുക്കും, വീട്ടിൽ പോകൂ. അതിനെന്തിനാ പൈസ കൊടുക്കുന്നേ? ഉടനെ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. അല്ല രേണു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് രേണുവിൻ്റെ ചാറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല. ആണെങ്കിൽ ഒരാൾ വന്നിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ എന്നിട്ട് പറയുന്നു എത്രയാകും, പൈസ എത്ര ആകുമെന്ന് തന്നെയാണ്. അപ്പോഴേ നമ്മുടെ റണാസുനെ പറയുന്നു എൻ്റെ മാനേജറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. അതെന്തിനാ? എനിക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനേജറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്? എനിക്കതിൻ്റെ ഉള്ളടക്കം അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്തോ ഇത് ആരാ എവിടെന്നാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടത് നിങ്ങളെയും കാണിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താ സംഭവം? തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ എന്തായാലും തലയുയർത്തി നിന്ന് പൊരുതുമെന്നാണ് പറയുന്നത്. ഫയാസ് കോട്ടക്കൽ. അപ്പൊ കോട്ടക്കൽ അരി വൈദ്യശാല എനിക്കറിയാം കേട്ടോ. അപ്പൊ ഈ കോട്ടക്കലുള്ള അവൻ്റെ ഇവന്ത് ജെട്ടിയിട്ടുണ്ടിരിക്കണ ഇതെന്താ ഇങ്ങനത്തെ DP? ഓക്കെ, ഫയാസ് കോട്ടക്കലുള്ളവനാണ് ഈ ചാറ്റ് ചെയ്തിട്ടുള്ളത്. അവനാണ് ഈ ചാറ്റ് ഈ താത്തയ്ക്ക് കൊടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? ഉടനെ ആകാം, പിന്നെന്ത്, നീ ഡയറക്റ്റാ ഇൻഡയറക്റ്റാ മീറ്റ് ചെയ്തോ? ഐ ആം ഇൻ UK നൗ, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്? അതായത് ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ എന്തിനാ പൈസ അല്ലേ? നിങ്ങൾ വേറെ വല്ല ചിന്തിക്കുന്നുണ്ടോ ഈ ഡയറക്റ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ? എനിക്ക് അങ്ങനത്തെ തോട്ടേ ഇല്ല, എനിക്ക് ദുരുദ്ദേശമേ നഹി ഹേ. ഓക്കെ, ഇത് രേണു സുധീയുടെ ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം പരന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എനിക്കിതിന്റെ വാസ്തവം അറിയത്തില്ല. അമ്മച്ചാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാത്ത കാര്യം പിന്നെ ചൊറിയുമ്പോൾ അറിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ഇങ്ങനെ ഒരു ചാറ്റ് കണ്ടപ്പോൾ ഒരു പക്ഷേ ഇത് രേണു സുധീയുടെ ചാറ്റ് ആണെങ്കിൽ എന്തിനാണ് രേണു സുധി ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നവരടുത്ത് പൈസ ചോദിക്കുന്നത്? എനിക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡയറക്റ്റ് മീറ്റിന് എന്തിനാണ് പൈസ കൊടുക്കുന്നത് അറിയണോ? എന്തിനാണ്? താങ്കൾ പറയൂ. താങ്കൾ എന്തിനാണ് എൻ്റെ റിംഗ് ലൈറ്റ് മച്ചിയാണ് കണ്ട എൻ്റെ റിംഗ് ലൈറ്റ് ഡയറക്റ്റ് മീറ്റിന് എന്തിനാണ് താങ്കൾ പൈസ ചോദിക്കുന്നത്? എനിക്കത് ഇതുവരെ പിടികിട്ടിട്ടില്ല. രേണു ഇതിന് റിപ്ലൈ പറയണം. എല്ലാ വിവാദങ്ങൾക്കും ചുമ്മാ വഴിയെ പോയി നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചാൽ കയറി റിപ്ലൈ പറയാൻ നിനക്കറിയാം. പക്ഷെ നീ എന്തിനാണ് ഈ ഡയറക്റ്റ് മീറ്റിന് നീ പൈസ ചോദിച്ചതെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. രേണു, ഇത് നീ ക്ലിയർ ചെയ്യണം. കാരണം ഡയറക്റ്റ് മീറ്റിന് എന്തിനാണ് ഇത്ര പൈസ? ദാരിദ്ര്യം പിടിച്ചവളാണ് രേണു സുധി. മാസം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വരുമാനം ഉണ്ടാക്കുന്ന രേണു സുധി എന്തുകൊണ്ട് ഡയറക്റ്റ് മീറ്റിന് ഈ പറയുന്നത് പോലെ പൈസ ചോദിക്കുന്നു? സബ്സ്ക്രിപ്ഷൻ കണ്ടല്ലോ,
ക്യാൻസൽ ഐ ഡി ടൈം 180 രൂപ വെച്ചിട്ടാണ്. 2900 കിടന്നതാണ്, 2752 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവന്മാർ വിചാരിക്കുന്ന പോലത്തെ പരിപാടിയൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നടക്കട്ടെ ചെറുക്കട്ടെ എന്തായാലും കൊള്ളാം. വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ചേച്ചി റീച്ച് കുറയുന്നു. അയ്യോ ഇതാണ്ട് കൊച്ചാണ്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. മതി അയ്യോ വോട്ട് ചോദിച്ചല്ലേ, എനിക്കറിയാം. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ പറ, എന്തിനാ വിഷമിക്കുന്നേ? നല്ല ആൻസർ തന്നെ അങ്ങോട്ട് പറ, കേക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടൻ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിലെ, വേറെ ബ്ലോക്ക്. അതെന്തുരേണു അങ്ങനെ ഒരു വർത്താനം? നീ എന്താ ഇങ്ങനെ? എന്തുവാ ഒരാള് മാന്യമായിട്ട് വന്നിട്ട് എന്താ ചോദിച്ചത്? നോക്കട്ടെ. നിർത്തിപ്പോടി മല്ലരെ എന്ന് ഒരുത്തൻ ചോദിച്ചപ്പോ രേണുവിന്റെ റിപ്ലൈ നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടൻ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിലെ, വേറെ ബ്ലോക്കാക്കി പോടാ. ശീലയിൽ നീ മോശമായിപ്പോയി. ഞാനും ഇടും കമന്റ്, നോക്കിക്കോ. വേണം ഇപ്പൊ വരാൻ കമന്റ് ആയിട്ട് വരാം. നമസ്കാരം നിന്റെ വേണ്ടി. ഇതെന്താ கண்ணுக்கு நெஞ்சுக்குள்ள நிலதி இருக்கு, எனக்குள்ள யாரு இருக்கு, உங்க கிட்ட எங்க இருக்கு தும்ஷா, யாரு இருக்கு தும்ஷா, பறக்கோ തീർന്നു ചത്ത്. ഇവിടെ എന്തൊക്കെ കാണണമെന്തോ. നമസ്കാരം. അയ്യോ ലാലേട്ടാ വേണ്ട, വിട്. നാവായിക്കുളം ഉമ്മായിക്കും, അതെന്തോ സംഭവം. എന്തേലും ആവട്ടെ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. എന്താ പറയുക? എന്താ വരിയാരെ താൻ നന്നാവാത്തെ? രേണു എന്ന് പറഞ്ഞ് ചാറ്റൊക്കെ വരുന്നുണ്ടല്ലോ, അപരാധ ചാറ്റൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ അമ്മച്ചിയാണ്, എനിക്കറിയത്തില്ല. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ആരാ ഇത്? എവിടെ പോയോ എന്തോ. ഏകദേശം മാസം സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം കിട്ടിയിരുന്ന 1 കോടി ഒരു ആർമിക്കാരോട് വെല്ലുവിളി നടത്തിയ മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ അക്കൗണ്ടും കാണാനില്ല. പാവം നമ്മുടെ പർപ്പിൾ ചേച്ചി പോയി. നഹീഹേ നീ ഇല്ല. ഇതുപോലെ എല്ലാത്തിനെയും അടിച്ചോട്ടിക്കണം, ഒരെണ്ണത്തിനെയും വിടല്ലേ. അതുപോലെ തമിഴ്നാട്ടിൽ നമ്മൾ അണ്ണൻ മത്സരിച്ചിട്ടുണ്ട്, ഓട്ടൊക്കെ ചെയ്യണം. അല്ല നിങ്ങൾ മലയാളികളല്ലേ, നമ്മൾ തമിഴ്നാട്ടിൽ എന്താ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ദളപതി എങ്കൾ ദളപതി. ഇതെന്താ നോക്കട്ടെ. ഓ നിനക്ക് എന്തെങ്കിലും ഓർമ്മ കാണുമോ? ഇതാര്? ഞാൻ തന്നെ എന്നെ സ്വയമേ വിമൽ കുമാർ എന്ന് വിളിക്കും. നല്ലതാ. ഓ ആയിക്കോട്ടെ, സമയം എടുത്ത് സമാനത്തിൽ വിളിച്ചാൽ മതി. തള്ളു തന്നെ. അച്ഛനോ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും. ഇവക്ക് ഐശ്വര്യം കിട്ടി ഇവള് വേണമെങ്കിൽ കാറെടുത്ത് തലയെ മേളിൽ വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഒരു കേട്ടുകഴിഞ്ഞ സാധനം എവിടെ നിന്ന് വന്നതോ എന്തോ ദൈവത്തിന് അറിയാം. ഇതെന്താ സംഭവം? രേണുസുതിയാണല്ലോ. ഇവളെന്താ തരം കായിക്കൊണ്ടിരിക്കും. മയിലാകെ ഉറുമ്പാ. ഓളയും കൂട്ടിത്തരാം. വെറുതെ രേണുവിന്റെ വായിരിക്കണ തെറി കേൾക്കണ്ടെന്ന്. അത്രയ്ക്ക് പോപ്പുലറായ രേണുവിനെ ഉറുമ്പടിയുടെ ഇടയിൽ കൊണ്ട് നിർത്തിയത് ആരടാ രേണുവിനെ ഉറുമ്പടി കൊണ്ട് നിർത്തിയത്? മോശം, വളരെയധികം മോശം. ഇതൊക്കെ തപ്പ് പണ്ണക്കൂടാതെടാ. தப்பு பண்ணிட்டேன்னு வை, அது சும்மா இருக்க மாட்டேன். நான் സീരിയസാ താൻ சொல்கிறேன். ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഡാനിസത്തിനെ കോൾ ചെയ്തിട്ടാ. യവൻ വേറൊരു കോളിലെന്ന് കള്ളക്കടയാടിയാണ്. ഇവനെ വെടിവെക്കണം. ഇവനെ ഞാൻ മികർ ഇടിക്കും. എന്തായാലും രേണുവിൻ്റെ ചാറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഡാനിസത്തിനോട് അഭിപ്രായം ചോദിക്കാം. രേണുവിൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞു വന്ന ചാറ്റിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് സീനാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കണം. ഡാനിസത്തിൻ്റെ അഭിപ്രായം കേൾക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ അല്ലേ? പക്ഷെ എടുക്കുന്നില്ല. കള്ളക്കടയാടി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാറ്റ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഇത് ജെമിനിയാണോ, AI ആണോ, റിയൽ ആണോ? ജെമിനി ആണെങ്കിലും AI ആണെങ്കിലും റിയൽ ആണെങ്കിലും കൊള്ളാം, നല്ല ചാറ്റ്. ഇനി ഒരു പക്ഷേ ഇത് റിയൽ ആണെങ്കിൽ
രേണു നീ അതപ്പതിച്ച് തകർന്ന് തരിപ്പണമായെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയും ലെവല് താന്ന ലെവലിലോട്ട് നീ പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് റിയൽ ചാറ്റ് ആണെങ്കിൽ കേട്ടോ. അല്ലാതെ ഇത് ആപ്പോപ്പ കേസായിട്ട് നമുക്ക് വിടാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് റിയൽ ചാറ്റ് ആണെങ്കിൽ രേണു നീ അത്രയ്ക്ക് അതപ്പതിച്ചു പോയി. നീ വെറും തരം താഴ്ന്നു പോയെന്ന് എനിക്കതിൽ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. നാളെ നിനക്കൊരു മകൻ വളർന്നു വരുന്നുണ്ട്, അത് ഓർക്കണമായിരുന്നു. പിന്നെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഇതിൽ അമ്പമില്ല. ഇത് പ്രൊഫൈലോട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്ന വീഡിയോ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നത് ആ ഒരു ഇതാണെന്ന്, അതാണെന്ന്. അല്ലാത്ത പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഡാനി സത്യൻ ഞാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഡാനി സത്യൻ നമ്മുടെ കോളിൽ ലൈവിലുണ്ട്. ഡാനി സത്യൻ, നീ പോലും അറിയാതെ നിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു ക്ഷണിച്ചാണ്. വേറെ ഒന്നുമല്ല, രേണുവിന്റെ ചാറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ചാറ്റ് വന്നിട്ടുണ്ടല്ലോ. താങ്കൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എന്തോ പറയാൻ, അത് പക്ഷെ അഭിപ്രായം പറയേണ്ടതാണോ അതൊക്കെ? പണ്ടക്കാട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മിന്നായം പോലെ അടിച്ചുവിട്ട ഓർമ്മയുണ്ടോ? നമ്മുടെ കുറെ സാധനങ്ങളൊക്കെ ഇരുന്നു ഓർമ്മയുണ്ടോ? അതെ അതെ അതെ, തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. എടാ ഈ ഒരു ചാറ്റ് ഞാൻ എന്തായിരുന്നു, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതെന്നെ എന്തുവാ ലവ് ഇമോജി, പിന്നെ ലവ് ഇമോജി. അല്ല, അതിനേക്കാളും കോമഡി എന്റെ മാനേജറിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇത്രയൊക്കെ അതപ്പതിച്ചു പോയാടാ. നാട്ടിൽ പറഞ്ഞ റാറ്റ് ഫിക്സ് ചെയ്യുന്ന മാനേജറിനെ കോണ്ടാക്ട് ചെയ്യാൻ. എടാ ചിലപ്പോഴേ ഡാനി പാവടാ, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും, ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള റേറ്റിംഗ് ആയിരിക്കും 150 രൂപ. കാളിയോ നീ എന്തുവാടാ അവിടെ വരണം? എടാ സദ്യ കഴിക്കാൻ വിളിക്കണേടാ, ഒരുമിച്ചിരുന്ന് വട്ടം വളഞ്ഞിരുന്ന്. അതെ 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 അതെ. ഡാനി, എന്റെ ഒരു അഭിപ്രായത്തിലെ നാളെ നീ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം, എന്തെങ്കിലും വരുമോ നോക്കാം. ഇതുപോലെ ഡയറക്റ്റ് മീറ്റ്, വല്ല കുണ്ടന്മാരും വരും. ഡയറക്റ്റ് മീറ്റ് ഡാനി സത്യ. നമ്മൾ ഇതൊക്കെ കണ്ട് എത്ര മടുത്തിരിക്കുന്നു ഈ ഒരു കേസ് വേണ്ടി തന്നെ. ഇതിപ്പം അവരുടെ ചാനലിൽ വന്നപ്പോ എനിക്ക് ചിരിയാ വന്നത്. ഇതും പൊക്കിക്കൊണ്ടാണോ ഇതിനെക്കാളും വല്ല ആറ്റം ബോംബിരിക്കുന്നു. അത് ശരിയാ. പൊട്ടിക്കട്ടെ ഡാനി. ഞാൻ പറയട്ടെ, ഇനി കൂടി വന്നാൽ ചിലപ്പോ രേണു സുധിയുടെ വീഡിയോ ഉണ്ടെന്ന് പറയുമായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അതുള്ളതാ. അത് ഉള്ളതാണോ അല്ല അതൊക്കെ അതിരിക്കട്ടെ ഡാനി. ഞാനും നീ ഇതൊക്കെ 5-6 മാസം മുമ്പ് വിട്ട കേസ് കേട്ടാണോ അല്ലയോ? അതൊക്കെ അത് വിട് അതിരിക്കട്ടെ. നാട്ടുകാരിപ്പോ കരക്കമ്പിയിൽ പറയണത് നീയാണ് അവളുടെ ഫേസ്ബുക്ക് അടിച്ചു കളഞ്ഞെന്ന്. ആരാടാ ഡാനി അത് അടിച്ചു കളഞ്ഞ? അത്രയും വലിയ ക്രൂരനായ വ്യക്തി ആരാടാ അത്? അതെ, ഒരാളുടെ ഫേസ്ബുക്കിനെയൊക്കെ പൂട്ടി ദ്രോഹിക്കുന്ന ഇത്രയും വലിയ കാവാലികന്മാർ ഇവിടെ ഉണ്ടോ? അല്ലേ? അയ്യോ, നമ്മളല്ല പൂട്ടിച്ചേ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് അങ്ങനൊക്കെ പറ്റുമോ? അതെ. അതിരിക്കട്ടെ പറ. അല്ല നമ്മള് ഈ ജൂൺ ആവുമ്പോഴത്തേക്ക് 1 വർഷം ആവത്തില്ലേ നമ്മള് സ്റ്റേഷനിൽ കയറ്റിയിട്ട്? അതെ, അതിന്റെ വാർഷിക ആരംഭ ആഘോഷം ഒന്നും വിചാരിച്ചതില്ലേ? ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോകുന്നില്ല? അതൊക്കെ വീട് പോട്ടെ. അല്ല, 1 ഇയർ ആഘോഷിക്കാൻ പോലും സ്റ്റേഷനിൽ പോലും കാലുകുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല. അതെ അതെ, സ്വാഭാവികം. പിന്നെ ഇനിയും വന്നൊന്ന് വെല്ലുവിളിച്ചാൽ മതിയായിരുന്നു, ചുണയുണ്ടെങ്കിൽ പൂട്ടിക്കാൻ. അതെ, ഒന്നുകൂടി
അപ്പൊ ശരിയടാ ഡാനി, ഇത് മറ്റേ വിശേഷം പറഞ്ഞോണ്ടിരിക്കാൻ നമ്മൾ അല്ലാത്ത കോളല്ല കേട്ടോ ഡാനി സത്യ. താങ്കൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത കോളല്ല, ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ ഡാനി സത്യന്റെ കുറച്ച് അഭിപ്രായങ്ങൾ കേൾക്കുവാനായിട്ടാണ് താങ്കളെ വിളിച്ചത്. താങ്കളുടെ ഈ തിരക്കേറിയ സമയത്തിനിടയിലും താങ്കൾ നമ്മുടെ ചാനലിൽ ഒന്ന് തല കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, എടാ ഇത് വിട്ട കേസായിട്ടാണ്. ഇനിയിപ്പോ എന്റെ വീഡിയോ ഉണ്ടെന്നും പറഞ്ഞായിരിക്കും വരാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ്. ഓക്കെ ഇപ്പൊ ഒന്നും ഞാനൊന്നും മിണ്ടുന്നില്ല. അതിനൊരു കാര്യം പറയാം, പിന്നല്ലാതെ അതിനൊരു കാര്യം അത് മതി, അത്രേ ഉള്ളൂ. നമ്മളില്ലേ ഇതിൽ, നമ്മളില്ല. അത് ശരിയാ, നമ്മള് ഫേസ്ബുക്കും പൂട്ടിയിട്ടില്ല, ഇതിനെ പിന്നാലൊന്നും പോയിട്ടുമില്ല അല്ലേ? നീയല്ലോ അനുശ്രീന്നും ശരി. അപ്പൊ ശരി ഡാനി, വന്നതിൽ സന്തോഷം. താങ്കളുടെ വിലപ്പെട്ട സമയത്തിൽ ഈ അവസരത്തിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ഇടണം. ബൈ.